വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാനാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ. ഒത്തിരി മക്കൾക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ നിയോഗം ഈ നിമിഷം നമുക്ക് ഓർക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മുമ്പിൽ ആ നിയോഗത്തെ സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പുണ്യവാനെ, എൻ്റെ ഈ നിയോഗം, എൻ്റെ ഈ ആവശ്യം നടത്തിത്തരണേ എന്ന് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളും ആവശ്യങ്ങളും, നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന, മക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗം ഈശോയുടെ സന്നദ്ധിയിൽ ഉണർത്തിച്ച് എൻ്റെ കാര്യം നടത്തി തരണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഓർത്ത്, നമ്മുടെ ആവശ്യങ്ങൾ ഓർത്ത് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാം. എപ്പോഴും ഓർക്കുക, വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഈ നിമിഷം സമർപ്പിക്കുമ്പോൾ പുണ്യവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം ഓർത്തുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേന പ്രാർത്ഥന നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതപരിസ്ഥിതികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃതസമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചറിയുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ വിളനിലമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതമായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഗതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ വിളഞ്ഞിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിലും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിലും രഹസ്യങ്ങളും ഭാവകാര്യങ്ങളും ഗ്രഹിക്കുന്നതിലും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മധ്യവരെ ആശ്വാസമായി അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചിലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസ സമാധാനത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലവാരമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചെറിയ യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും
അനാഥശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ ആശിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിൽ ഏറ്റവും പ്രാർത്ഥനയോടെ ഈ നിമിഷമായിരിക്കാം. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഓരോ ദിവസവും കഴിയുന്തോറും പ്രാർത്ഥനകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ കൈവശം തന്നെ ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അച്ഛനെടുത്ത് വെച്ചേക്കാം. കാരണം എല്ലാം കൂടി എടുക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ടാണ് അച്ഛൻ കുറച്ച് പ്രാർത്ഥനകളെടുത്ത് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേന പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുക. നമ്മുടെ നിയോഗങ്ങളായിട്ട് പലപ്പോഴും അച്ഛൻ വായിക്കുന്ന നിയോഗങ്ങൾക്ക് സാമ്യം ഉണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ ചിലപ്പോൾ അച്ഛൻ ഇവിടെ വായിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ആവശ്യപ്പെടാമായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് ഈ നിമിഷം താഴ്മയായിട്ട് അച്ഛൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയമാണിത്. അതിനുവേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണിത്. പുണ്യവാൻ നമ്മുടെ കൂടെയുണ്ട്. പുണ്യവാൻ നമ്മളോടൊപ്പം ഇരുന്ന് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അച്ഛൻ ഈ നിയോഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ ഭർത്താവ് പള്ളിയിൽ കയറിയിട്ട് വർഷങ്ങളായി. അദ്ദേഹം പള്ളിയിൽ വന്ന് കുർബാന കണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വീട് പണി നടക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലാണ്. വീട് പണി പെട്ടെന്ന് തീരുവാനും കടങ്ങൾ മാറി കിട്ടുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അയർലൻഡിലേക്ക് ഉപരിപഠനത്തിനായി പോകുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിസ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് അച്ഛൻ പ്രത്യേകമായി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ, അമ്മേ, മാതാവേ, വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥന എഴുതുന്നത്. അച്ഛൻ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. മമ്മിക്ക് തൈറോയിഡ് ആണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറ്റിക്കിട്ടുവാനും പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുവാനും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ മകൾക്ക് 38 വയസ്സായി. വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. അവൾക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും അതോടുകൂടെ അവളുടെ കുടുംബജീവിതം അനുഗ്രഹമുള്ള ഒരു കുടുംബജീവിതമായി മാറുവാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ അമ്മയുടെ നിയോഗം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരമ്മയുടെ പ്രാർത്ഥന തന്നെയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. OET പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം നൽകുവാനും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പുണ്യവാനെ പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മകൻ്റെ നിയോഗമാണ്. സ്ഥലം വിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛാ പ്രത്യേകമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. 30 സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് വിറ്റുപോകാൻ വേണ്ടി അച്ഛാ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനൊരു വിശ്വാസിയാണ്. എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഈ നിയോഗം എഴുതുന്നത്. ഞാൻ ഇതിനു മുമ്പും എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. ഒരു എക്സാം പാസ്സാകണമായിരുന്നു. പ്രത്യേകമായിട്ട് ജിനുവച്ച നൊവേനയിൽ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണേ. സന്തോഷപ്രദമായൊരു കുടുംബജീവിതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. തന്ന നന്മകൾക്ക് ഒരു കോടി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞാൻ വളരെ സങ്കടത്തിലാണ്. ഒത്തിരി പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിക്കണോ മരിക്കണോ എന്ന ചിന്തയിലാണ്. അച്ഛൻ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
എൻ്റെ മക്കൾ മൊബൈൽ ഫോണിന് അഡിക്റ്റഡായി പഠിക്കാനോ പ്രാർത്ഥിക്കാനോ അനുസരിക്കാനോ കഴിയുന്നില്ല. മൊബൈൽ പിടിച്ചു വാങ്ങിയാൽ ഭയങ്കര ദേഷ്യവും പിന്നെ ഒച്ചപ്പാടുമാണ്. അവർക്ക് വേണ്ടി അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നമ്മുടെ ഒത്തിരി മക്കളുടെ ബുദ്ധിമുട്ടാണത്. പഠനത്തിലും അവരുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കാനോ ഒന്നും ആഗ്രഹമില്ല, മൊബൈൽ ഫോണിന് അഡിക്ഷനാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ജർമ്മൻ എക്സാം ഞാൻ എഴുതിയിരിക്കുന്നു. അതിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ അച്ഛ, ഞാൻ ഈ അപേക്ഷ എഴുതുന്നത് എൻ്റെ സഹോദരന് വേണ്ടിയാണ്. എൻ്റെ സഹോദരൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകുവാനും അതോടൊപ്പം ജോലി ചെയ്യുന്ന എൻ്റെ മകൾക്ക് ജോലിയിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി ജോലി ചെയ്യുവാൻ അനുഗ്രഹിക്കണമെന്നും പഠിക്കുന്ന എൻ്റെ മകൾക്ക് പഠിക്കുന്നതിനുള്ള മടി മാറ്റിക്കിട്ടുന്നതിനും ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരമ്മയുടെ പ്രാർത്ഥനയാണ്. ഇവരൊക്കെ പേര് എഴുതിയിട്ടുണ്ട്, അച്ഛൻ വായിക്കാത്തത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള നിയോഗങ്ങളായതുകൊണ്ടാണ്. പ്രത്യേകമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഒത്തിരിയേറെ നന്ദി പറയുന്നു. പുണ്യവാൻ്റെ മാധ്യസ്ഥശക്തിയാൽ എനിക്ക് വിസ ലഭിച്ചതിന് പ്രത്യേകമായി പോകുവാനുള്ള അയർലൻഡിലേക്ക് പോകുവാനുള്ള വിസ ലഭിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ 1000 നന്ദി പറയുന്നു. ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും പ്രാർത്ഥിച്ചതിനും 1000 നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമേ. ജോലിയില്ലാതെ എൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയും സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ മകനെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛാ പ്രത്യേകമായിട്ട് നൊവേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകനെ കൂടി ഒന്നോർത്ത് പ്രാർത്ഥിക്കണേ. അവൻ്റെ വിവാഹ തടസ്സം കൂടി മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ 1000 നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗത്തിന് വേണ്ടി കൂടി ഈ നിമിഷം കൂടി പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും മകന് ഒരു ജോലി കിട്ടുന്നതിനും വേണ്ടിയും വിശുദ്ധ അന്തോണീസ് പുണ്യവാള ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഒരു മകളുടെ വിദേശത്ത് പോകുവാനുള്ള പേപ്പർ വർക്കുകൾ കൊടുത്തിട്ട് 1 വർഷമായി. അതെന്നും തടസ്സമാണ്. അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും വിദേശത്ത് പോകുവാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. ഒരമ്മയുടെ പ്രാർത്ഥനയാണത്. അമ്മയുടെ പ്രാർത്ഥനയോടുകൂടെ നമുക്കും പ്രാർത്ഥിക്കാം. പേപ്പർ വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാകുവാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ അച്ഛ, മക്കൾക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ പ്രത്യേകമായി മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ചോദിക്കുന്നത്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെയും മാതാവിൻ്റെയും പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു. എൻ്റെ മക്കൾ തെറ്റായ വഴിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളുടെ ദുശീലങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു വിശ്വാസിയാണ്, പേര് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം. എൻ്റെ മക്കൾക്കും കൂട്ടുകാർക്കും ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള പരീക്ഷ പാസ്സാകുന്നതിനും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ അച്ഛ, എല്ലാ ചൊവ്വാഴ്ചയിലും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ കടബാധ്യത മാറാൻ കൂടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിന്ധു വൈക്കം പ്രത്യേകമായിട്ട് ടെസിയ എന്നൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ മകൾ ടെസ്സിയാക്കി ജർമ്മനിയിൽ പോകുവാനുള്ള പേപ്പർ വർക്കുകൾ എത്രയും പെട്ടെന്ന് ശരിയാകാൻ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ബൈജു ആരക്കുന്നം എന്നാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് തലകറക്കമുണ്ടായതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ തലയിൽ ഞെരുമ്പ് വീർത്ത് പൊട്ടുന്ന അസുഖമാണെന്ന് പരിശോധനകളിലൂടെ കണ്ടെത്തി. എൻ്റെ മോൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം. അച്ഛാ പ്രത്യേകമായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കൾക്ക് ഇന്ന് പലവിധത്തിലുള്ള അസുഖങ്ങളുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അസുഖങ്ങളൊക്കെ. ഈ മകളുടെ അസുഖം വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. തലയിൽ ഞെരമ്പ് വീർത്ത് പൊട്ടാണ്.
എത്ര വേദനയിലൂടെയാണ് ആ മകൾ കടന്നു പോവുക. ആ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്നവരാ. ഒത്തിരി മക്കളിങ്ങനെ വേദന അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. ആ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ നിമിഷം എൻ്റെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്, നിയോഗം പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് റിൻസി എന്നാണ്. എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും മാറുവാനും എൻ്റെ മകൻ ജോസഫിന് എപ്പോഴും തുമ്മലും ബുദ്ധിമുട്ടുകളുമാണ്, അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മകൻ്റെ BSc ഫൈനൽ പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്നായി മാർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹ എന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യതകൾ മാറിക്കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. തൊഴിൽ സംബന്ധമായ വിദ്യാഭ്യാസത്തിന് വഴി കാണിച്ചു തരാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പുണ്യവാനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആ മകളെയും പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാവരുടെയും കടബാധ്യതകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അച്ഛാ, എൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഒത്തിരി മക്കളുണ്ട് അങ്ങനെ. ഇതൊരു വലിയ ലെറ്ററാണ്. അച്ഛനതിൻ്റെ ഉള്ളടക്കം 2 പേജിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനതിൻ്റെ ഉള്ളടക്കം വായിച്ചപ്പോൾ ഒത്തിരി പ്രാർത്ഥന സഹായമുണ്ട്. കോട്ടയത്തു നിന്നാണ്, കുടമാളൂർ ഇടവാംഗമാണ്. ബിജി മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം വായിക്കാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അച്ഛൻ പ്രത്യേകമായിട്ട് മക്കളുടെ പേര് സ്റ്റെബിൻ 26 വയസ്സ്, സിബിൻ 23 വയസ്സ്, സ്റ്റെബി 21 വയസ്സ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന മക്കളെ ഓരോരുത്തരെയും. പിന്നെ വീട് പണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. കുടുംബത്തിന് ഒത്തിരി കടബാധ്യതകളുണ്ട്. ആ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. വീട്ടിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഈ ലെറ്റർ വായിക്കുമ്പോൾ അതറിയാം. അതെല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ് അച്ഛൻ കൃത്യമായിട്ടത് വായിച്ചത് കൊണ്ടാണ് നിങ്ങളോട് പറയുക. ആ തടസ്സങ്ങൾ മുഴുവൻ മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ലീല എന്ന് പറയുന്നൊരു സഹോദരി മകൾക്കൊരു കുഞ്ഞ് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. വിൻസെൻ്റ് അച്ഛൻ ഇപ്പോൾ ഇനി നിയോഗങ്ങളും ആ വ്യക്തിയുടെ ആവശ്യങ്ങൾ മാത്രം അച്ഛൻ പ്രത്യേകം പറയുന്നുള്ളൂ. നമുക്കെല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ല. ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ലാത്തത് കൊണ്ടാണ് ഒത്തിരി പേര് ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അവരുടെ നിയോഗങ്ങൾ അച്ഛൻ വായിക്കുന്നുണ്ടോ എന്നറിയാനും പ്രത്യേകമായിട്ട് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയും. അതുകൊണ്ട് അച്ഛൻ്റെ പേരും ആ ആവശ്യവും മാത്രം വായിച്ചുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് പോകും. നിങ്ങൾ പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ പേര് വിൻസെൻ്റ് എന്നാണ്. കുറേ നാളുകളായി എൻ്റെ 2 കാൽമുട്ടും വല്ലാത്ത വേദനയാണ്. നടക്കുവാനും ഇരിക്കുവാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഡെയ്സി എന്ന ഒരു വ്യക്തി, ആൽവിൻ എന്ന ഒരു മകൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന. 34 വർഷമായിട്ട് പ്രവാസിയാണ്. ഇപ്പോൾ ജോലി നിർത്തി വീട്ടിലാണ്. ഈ മകന് അമ്മയോട് വല്ലാത്ത ദേഷ്യമാണ്. പ്രത്യേകമായിട്ട് വലിയ അടുപ്പോ സ്നേഹമൊന്നുമില്ല. ഒരു പ്രത്യേകമായിട്ട് ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. ആ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും വ്യക്തിവൈരാഗ്യങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ. സുഖമില്ലാത്തൊരു വീട്ടമ്മയാണ്. സ്ട്രോക്ക് വന്നതിനാൽ എനിക്ക്
ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകമായിട്ട് ജിനുവച്ച അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. എൻ്റെ മക്കൾക്ക് വേണ്ടിയും മരുമക്കൾക്ക് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. കെവിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ജിജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഭർത്താവ് വിദേശത്താണ്. പ്രത്യേകമായിട്ട് ആ മകൻ്റെ എല്ലാ അസ്വസ്ഥതകളും തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ജാൻസി വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. റീന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഈ മാസം നടക്കാനിരിക്കുന്ന ഒരു ഓപ്പറേഷൻ. മറിയ എന്ന് പറയുന്നൊരു സഹോദരിയുടെ അതിൽ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിലും ഒത്തിരിയേറെ കടബാധ്യതകളൊക്കെ ഉണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ആൻ്റണി എന്നൊരു മകന് UK ജോബ് വിസ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അന്ന എന്ന് പറയുന്ന മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഒരു വിശ്വാസി പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നത് ഒരു ജോലിക്ക് പോകുന്നതിനിടയിൽ മാല നഷ്ടപ്പെട്ടു. ആ മാല തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അച്ഛ പ്രത്യേകമായി, എൻ്റെ താലിമാലയാണ് അച്ഛ, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിസിലി എന്ന് പറയുന്നൊരു മകളുടെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അന്ന എന്ന് പറയുന്ന മകള് വിദേശത്താണ്, ജോലിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്നൊരു മകള്, അവളും വിദേശത്താണ്, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. കോവർക്കേഴ്സിൻ്റെ കൂടെ ഒത്തിരി പ്രശ്നങ്ങളാണ്, അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ക്രിസ്തു ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. അച്ഛൻ എനിക്ക് 44 വയസ്സുണ്ട്, ശ്വാസം മുട്ടാണ്, അതുപോലെ തന്നെ ഒത്തിരി അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോവുക. എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട്. മൂത്തയാൾ ഇയാൻ എന്നാണ്. പ്രത്യേകമായിട്ട് അവൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മകൾക്കൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഡിനു എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു ഭവനം പണിയുവാൻ വേണ്ടിയും ഒരു സ്ഥലം വിറ്റുപോകാൻ വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. റോയ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന സഹായം കുടുംബത്തിൻ്റെ കടബാധ്യത മാറാനും മകൻ വിദേശത്ത് പോകാനും പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ജോബിൻ എന്ന് പറയുന്ന 28 വയസ്സുള്ളൂ, പക്ഷേ ഷുഗറിൻ്റെ ബുദ്ധിമുട്ടാണ് ആ മകന്. ഒത്തിരി മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ. സുധാകരൻ എന്നൊരു ഹൈന്ദവ സഹോദരനാണ്, പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി. യേശുവിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിനി എന്ന് പറയുന്ന ഒരു മകള് ഭർത്താവായ വർഗീസിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുക. ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക, ജോലി ചെയ്യാനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, കടബാധ്യതകളുണ്ട്, അത് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ആശ എന്ന് പറയുന്നൊരു മകള്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, അത് മാറാൻ വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാ ചൊവ്വാഴ്ചയിലും. ഓക്കെ, ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിൻ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുക. ലിൻ എന്ന് പറയുന്നൊരു അവൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും ജോലിയിലെ തടസ്സം മാറുന്നതിന് വേണ്ടിയും അമ്മ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ തെറ്റായൊരു ബന്ധത്തിൽ പെട്ടുകിടക്കുന്ന ഒരു മകൾക്ക് വേണ്ടി അമ്മ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം മൂത്ത മകൻ്റെ തെറ്റായിട്ടുള്ള മന്ത്രവാദം, കൂടോത്രം, ഇങ്ങനെ പൈശാചിക ബന്ധനങ്ങളിൽ എൻ്റെ മകൻ പെട്ടുകിടക്കുന്ന വെച്ചാൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പേര് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് പറയാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല. ആ 2 മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്രയ്യ എന്ന മകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വിദേശത്ത് പോയി പഠിക്കുന്നതിന് വേണ്ടിയും ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. അനിൽകുമാർ എന്ന് പറയുന്ന മകൻ കടഭാരങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഡേവിസ് എന്ന മകൻ നെഞ്ചുവേദനയാണ് അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകളുമായിട്ട് അനുഭവിക്കുന്ന സിറിൽ എന്നൊരു മകൻ പ്രാർത്ഥന സഹായം ചോദിക്കുന്നു.
മേരി എന്ന് പറയുന്നൊരു മകളല്ല അമ്മയാണ്. പ്രത്യേകമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജിൻ എന്ന് പറയുന്നൊരു മകൻ, അവൻ 10ാം ക്ലാസ്സിലാണ്. SLC പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ആൻസി എന്ന് പറയുന്നൊരു മകള് വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയും നല്ലൊരു ഭവനത്തിൽ ജീവിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദീപു എന്ന് പറയുന്നൊരു മകൻ ആശുപത്രിയിൽ അഡ്മിറ്റഡാണ്. വരുന്ന 20-ാം തീയതി അവന് ഓപ്പറേഷനാണ്. പ്രത്യേകമായിട്ട് അച്ഛ നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷീജ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ഭർത്താവും 3 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. ജോൺ എന്ന് പറയുന്നൊരു മകൻ ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിൻസി എന്നൊരു മകള് നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിലെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഖിൽ എന്ന് പറയുന്ന ഒരു മകൻ ദുബായിൽ ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് വിസ ലഭിക്കുവാൻ വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കടബാധ്യത മാറാൻ വേണ്ടി, ഭവനത്തിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം +2 പഠിക്കുന്ന ഒരു മകൻ പ്രാർത്ഥന സഹായം ജസ് എന്ന് പറയുന്നൊരു മകനാണ്. പ്രത്യേകമായിട്ട് ആ മകന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിതിൻ എന്ന് പറയുന്നൊരു 37 വയസ്സുണ്ട്. ഇതുവരെ അവന് വിവാഹം നടന്നിട്ടില്ല. വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ബിജി എന്ന് പറയുന്നൊരു മകള് വിസയുടെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. സേറ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. പ്രത്യേകമായിട്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാനും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു വീട്ടമ്മ പ്രത്യേകം പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. എൻ്റെ പേരക്കുട്ടി ജോയൽ CAയുടെ ലാസ്റ്റ് എക്സാം എഴുതുന്നു. നല്ല മാർക്കോട് കൂടി പാസ്സാക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. കുടുംബത്തിൻ്റെ കടബാധ്യത മാറണം. അതോടൊപ്പം തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന എൻ്റെ മകൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓക്കെ, ഒരു ഭർത്താവിൻ്റെ ഹാർട്ടിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. നിമ്മി ജോസ് ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. സിസിലി എന്ന് പറയുന്ന അമ്മയുടെ പേരാണ്. ലിവറിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, കരളിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അലർജി പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആൻഡ്രിയ എന്ന് പറയുന്നൊരു മകള്, അവൾക്ക് പഠിച്ച് നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഇത് വലിയൊരു ലെറ്ററാണ്, അത് വായിക്കാനുള്ള നേരം ഇല്ല. റോസമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. തൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുക. മക്കൾ 2 പേരും ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ബെനഡിക്റ്റ് എന്ന് പറയുന്നൊരു മകൻ, അവൻ SLC പരീക്ഷയിൽ CBSE ആണ്. നല്ല മാർക്ക് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഷെറി മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മോഹൻ്റെ മദ്യപാനശീലം മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. വെച്ചാൽ മോളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി കൂടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതും വലിയ ലെറ്ററുകളാണ് ഒത്തിരി വരുന്നത്. ആഞ്ചലീന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ഒരു വിവാഹ ജീവിതത്തിലെ ഒത്തിരി ഡിവോഴ്സിൻ്റെ ഒക്കെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. സ്വസ്ഥതയോടുള്ള കുടുംബജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആൻട്രീസ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. കടബാധ്യത മാറാൻ വേണ്ടി പ്രവീൺ എന്ന് പറയുന്ന മകൻ പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിയോഗങ്ങൾ, അത് എല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ല. ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഇന്നും വഴക്കാണ് അപ്പനമ്മയും. ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്ത് പോലും അപ്പനും അമ്മയും എന്നും വഴക്കാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിഖിൽ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. പ്രത്യേകമായിട്ട് ആ നിഖിലും ക്രിസ്റ്റീനയും നല്ലൊരു കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ സ്നേഹം നിറഞ്ഞ
നിറഞ്ഞു നിൽക്കുന്ന ദാമ്പത്യ ജീവിതം എന്നും തുടരുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് യാതൊരുവിധ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. രഞ്ജി ജോൺ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. പ്രത്യേകമായിട്ട് കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വർഗീസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥന 2 മക്കൾക്ക് വേണ്ടിയും. ഒരാൾ +2 പഠിക്കുന്നു, മൂത്തവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്മിത എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. വലിയൊരു ലെറ്ററാണ്. മക്കൾക്ക് ഭർത്താവിന് വേണ്ടിയും പ്രാർത്ഥന സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഷാജി എന്ന് പറയുന്ന ഭർത്താവിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. 3 മക്കളുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് മക്കളുടെ പഠനത്തിന് വേണ്ടിയും മൂത്ത മകൻ്റെ ജോലിക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നൈസി എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. മകൻ്റെ അഗസ്റ്റിൻ, അവന് +2 കഴിഞ്ഞ് സ്റ്റുഡൻസ് വിസ ലഭിക്കാൻ UK പോകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ചെറിയാൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് മകൻ്റെ വിവാഹം നടക്കാൻ 34 വയസ്സുണ്ട്, വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കുടുംബത്തിൻ്റെ സമാധാനം ലഭിക്കാൻ വേണ്ടി. അനു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥന കുടുംബത്തിൻ്റെ സമാധാനത്തിനും ആരോഗ്യത്തിനും വേണ്ടി. ആൻ്റണി എന്ന് പറയുന്നൊരു പ്രാർത്ഥന മക്കളുടെ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. പ്രത്യേകമായിട്ട് ഈ നൊവേനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നവീൻ സ്റ്റീഫൻ പള്ളത്തിശ്ശേരി, ഒരു വിശ്വാസി, നന്ദി സൂചകമായി ഒരു വിശ്വാസി അസ്വസ്ഥതകൾ മാറുവാനും പ്രത്യേകമായിട്ട് ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും. മനു മാത്യു തലപ്പള്ളിയിൽ നന്ദി സൂചകമായി ജോലി ലഭിച്ചതിന്. 3 കുട്ടികൾക്ക് വേണ്ടി ഒരു അമ്മ പ്രത്യേകം പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഏലിക്കുട്ടി കുര്യൻ കമ്പിവേലിയിൽ വിദേശത്തായിരിക്കുന്ന മകന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സഹായം. ഒരു മകൻ, ഒരു വിശ്വാസി നന്ദി സൂചകമായി ജോസഫ് വടകരഞ്ചേരി കുടുംബത്തിന് വേണ്ടി. അമൽ ആൻ്റണി പഠനപ്പുറത്ത്, ആ കുടുംബത്തിന് വേണ്ടിയും ആ മകന് വേണ്ടിയും ഒരു വിശ്വാസി നന്ദി സൂചകമായി. ഫിലിസിയ എന്ന മകൾക്ക് വേണ്ടിയിട്ട് ഒരു വിശ്വാസി ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വിശ്വാസി നന്ദി സൂചകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. വക്കച്ചൻ വള്ളോപ്പള്ളി നന്ദി സൂചകമായി. ജെറോം ജോ വിൻസെൻ്റ് ശാരീരിക അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഡിൽന ജോമി കൊടുവേലിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ജിൻസ് ജോസഫ് തുണ്ടുതറ എക്സാം പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ബെനഡിക്ട് ഔസേപ്പ് ഒരു മാല കാണാതെ പോയി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ജസ്മോൻ ജോസഫ് കളപ്പുരയ്ക്കൽ നന്ദി സൂചകമായും പഠനകാര്യങ്ങളും അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. സോബിൻ ആൻ്റണി പ്രത്യേകമായിട്ട് ആ മകൻ്റെ എല്ലാ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ജോസഫ് വർഗീസ് വെള്ളാപ്പള്ളിയും ബർത്ത്ഡേ ആണ്, പ്രത്യേകം പ്രാർത്ഥിക്കാം. സെലിൻ ജോർജ് നന്ദി സൂചകമായി പ്രത്യേകമായിട്ട് സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സായതിനു വേണ്ടി നന്ദി പറയുന്നു. ജിജി എന്ന് പറയുന്ന ഒരു മകൾ, വിദേശത്തായിരിക്കുന്ന ആ മകളുടെ മകന് വേണ്ടിയും പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ആ മകൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഒരു വിശ്വാസി മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് വിദേശത്തായിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളെ വിദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടിയും വിസയുടെ അപ്രൂവലിന് വേണ്ടിയും ഒരു ജോലി ലഭിക്കുവാനും ഒരു വീട് ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഷിജു വർഗീസ്, അഞ്ജലി, ജുവൽ മരിയ, ഇഷാൽ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി. ഒരു മകളുടെ PR കിട്ടിയതിന് നന്ദി സൂചകമായിട്ട്. അതോടൊപ്പം ആ മകളെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രത്യേകമായിട്ട് ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു മകൾ 2 കുഞ്ഞുങ്ങളെ തന്നു തമ്പുരാൻ. അതിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുവാനും സുഖപ്രസവത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. യാതൊരുവിധ കുഴപ്പങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു മകള് നന്ദി സൂചകമായിട്ടും സുഖപ്രസവത്തിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ജോൺ സിബി വിസയുടെ കാര്യം ശരിയാക്കി തന്നതിന് നന്ദി പറയുന്നതോടൊപ്പം ആ മകൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. സുദീപ് എന്ന് പറയുന്നൊരു മകൻ സ്ഥലം വാങ്ങിക്കുന്ന കാര്യമായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഡെന്നിസ് ജോസ് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നതോടൊപ്പം ദുശീലങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് ഈ നിയോഗങ്ങളെല്ലാം ചേർത്ത് വയ്ക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഓർക്കുന്നതോടൊപ്പം അച്ഛൻ വായിച്ച എല്ലാ പ്രാർത്ഥനകളും ഈ നിമിഷം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ നിയോഗങ്ങൾ, അച്ഛൻ വായിച്ച നിയോഗങ്ങൾ
നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങൾ എല്ലാം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പുണ്യവാനെ എനിക്ക് വേണ്ടി, എൻ്റെ നിയോഗത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനബസിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യദാതാ. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കൽപ്പേഴും നീ, മാലോകമാനസത്തിൻ ആശ വളർത്തും താതാ. പരീക്ഷ ജയത്തിനായി നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹാന്തസ്സിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാം. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവ് കന്യകയുമായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നവയനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.